ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് മീൻകറിയും അതുപോലെ തന്നെ ഈത്തപ്പഴം ഇട്ടിട്ടുള്ള മോര് കറിയാണ് കേട്ടോ. അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാലപ്പം ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പത്തിനുള്ള മാവ് തലേ ദിവസം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും അത് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലപ്പപ്പൊടിയാണ് കേട്ടോ എടുക്കാറുള്ളത്. അത് നമ്മൾ അടിച്ചിങ്ങാണ്ട് 10 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ തലേ ദിവസം രാത്രി അത് അടിച്ചു വയ്ക്കും, പിറ്റേ ദിവസത്തിന് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. വേറെ ഏത് പാലപ്പപ്പൊടിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റി ഡബിൾ ഹോഴ്സിൻ്റെ പാലപ്പപ്പൊടിക്ക് ഉണ്ട് കേട്ടോ. അത് കാരണം കുറേ ആയിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് അപ്പം ചൂടുന്നത്. ഏകദേശം 9:30 9:45 ആ സമയമാകുമ്പോഴാണ് റാശ് ചായ കുടിക്കാൻ വരുന്നത്. അപ്പോൾ ഇതാ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ടക്കറികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കറി അപ്പത്തിൽക്കും ദോശകൾക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോഴത്തേന് ഇതാ മോര് കറി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ പഴുത്ത പഴം വെച്ചിട്ട് മോര് കാച്ചൂലേ, അങ്ങനെ നല്ല പഴുത്ത ഈത്തപ്പഴം വെച്ചിട്ടുള്ള മോര് കാച്ചിയതാണ്. അതിൻ്റെ വീഡിയോ ഷോർട്സ് ആക്കിയിട്ടിടാട്ടാ. അപ്പോൾ ഇതാ സവാളയും വെളുത്തുള്ളിയും അതൊക്കെ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ സവാളയും ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 മുട്ട വെച്ചിട്ട് ഈ കറി വെക്കാൻ പറ്റിയൊരു അളവാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതാ കറിവേപ്പില ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ടാണ് പകുതി എടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എടുത്തോ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒറ്റൊരു കറക്കി എടുത്താൽ മതി. ഞാൻ പിന്നെ ഇപ്പം ഇത്തിരിയല്ലേ ഉള്ളൂ, അതിനിപ്പോൾ മിക്സിയുടെ ജാറിലാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ കിച്ചണിൽ കയറുമ്പില്ലേ, ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒപ്പം തന്നെ അപ്പാപ്പ് എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കും. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കിച്ചണും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച കറിയൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഇനി ആ അടുപ്പത്ത് തന്നെ മുട്ടക്കറിക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ആ വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചതും കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതവിടെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകവും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത്, ഇത്രയും പൊടികൾ മതിയിട്ട് നമുക്ക് മുളക് പൊടി നമ്മളിതിൽ ഉപയോഗിക്കുന്നതന്നെ ഇല്ല. ആ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഇനി സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് നമ്മളിത് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഈ കറി വെക്കുന്നത്. അപ്പം ഞാൻ അതിവിടെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ തേങ്ങ അരച്ചതില്ലേ, കോക്കനട്ട് പേസ്റ്റ്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് നല്ല കട്ടിക്ക് പിഴിഞ്ഞിങ്ങാനിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അതിനങ്ങനെ കുത്തു ചൊവ ഒന്നുമില്ല കേട്ടോ. അപ്പോഴത്തേനും എന്താ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകവും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതില്ലേ, അതൊരു തരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിൽ എരിവിനായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതുമില്ല, അതാണ് കേട്ടോ. അല്ലാണ്ട് ഇതിനകത്ത് മുളക് പൊടിയെ ഇടണില്ല. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ കുത്തൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കണം. പാകത്തിനുള്ള ഉപ്പാക്കി വെക്കണം കേട്ടോ. നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് ഇളക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പാകത്തിനൊക്കെ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് മുട്ട ഇതുപോലെ ഉടച്ചൊഴിക്കാം കേട്ടോ. അത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. അപ്പം തന്നെ നമുക്ക് മുട്ട ഇതുപോലെ ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് എഗ്ഗ് കുറുമ എന്നൊക്കെ പറയാം ഇതിനെ. ഇനി ഇത് പുഴുങ്ങിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. മുട്ട പുഴുങ്ങിയത് നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പുഴുങ്ങിയ മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനേക്കാളും ഒരുപടി മുന്നിലുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ്. ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുത്തി ഇളക്കരുത്. പതുക്കെ ഇതുപോലെ തട്ടിക്കൊടുക്കണം കേട്ടോ. നമ്മളിത് കുത്തി ഇളക്കുമ്പോൾ ഇത് ആകെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവരുത്, നമുക്കത് മുഴുവനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം ഇങ്ങനെ തട്ടിക്കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ കൂടെ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഇത് പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിഭാഗം ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനെ കറിയൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിനുള്ള പരിപാടി തുടങ്ങാം. പാലപ്പത്തിൽക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അപ്പം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നില്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ഇട്ടേക്കണേ. അങ്ങനെ എന്താ നമ്മുടെ പാലപ്പൂട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. മുമ്പിട്ടിരുന്ന വീഡിയോസിലൊക്കെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കയറ്റിയിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ആ പരിപാടി നിർത്തി. ഇപ്പം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശരിയായ സൗണ്ട് ഏതാണോ അത് തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. മ്യൂസിക്കിനേക്കാളും നല്ലതായിട്ട് തോന്നി ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു സൗണ്ട് തന്നെ. അതുമാത്രമല്ല നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ സമയം ഒന്ന് കുറഞ്ഞു കിട്ടും. ചില അപ്പപ്പൊടികളുണ്ട് നമ്മൾ ഉണ്ടാക്കണേലും 10 മിനിറ്റ് മുന്നൊക്കെ കുറുക്കി വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഒരു പാലപ്പത്തിൻ്റെ പൊടി. ഇത് തലേ ദിവസം കുറുക്കി വെക്കണം എന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി പാലപ്പം നമുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ. അപ്പം നമ്മുടെ അപ്പമൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചായ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായയും കൂടെ വെക്കാനുള്ളൂ. പിന്നെ ഇനി ചോറ് ആവിയേറ്റും. പിന്നെ ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി വയ്ക്കും. പ്രാവശ്യം ചായ കുടിക്കാൻ വരുന്ന സമയത്ത് തന്നെ ചോറും കൊടുത്തയക്കും. ഉച്ചയ്ക്ക് അങ്ങനെ വരാൻ പറ്റാറില്ല.
അപ്പം ഇപ്പം തന്നെ ചോറ് ആവിയേറ്റാനും വെക്കുന്നുണ്ട്. പിന്നെ കറികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി വയ്ക്കും. അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ. രാവിലേക്കലത്തെ ചായ പരിപാടി മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. ചോറ് വെക്കുമ്പോൾ കൂടുതൽ വെച്ചിട്ട് ഇതുപോലെ ആവിയേറ്റെടുക്കണം കേട്ടോ ചെയ്യാറ്. ഇനിയിപ്പോൾ ആ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സുലൈമാനിയാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങളെ മെയിൻ ചായ കൂടി. ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ആ മുട്ടക്കറിയില്ലേ, അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഈ പറഞ്ഞ പോലെ തന്നെ അപ്പത്തിൽക്കും ദോശകൾക്കും പിന്നെ നീർദോശയില്ലേ അതിൽക്ക്, പത്തിരിയിൽക്ക്, ഇടിയപ്പത്തിൽക്കൊക്കെ ബെസ്റ്റാണ് ആ ഒരു കറി. അപ്പം അങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കണം കേട്ടാ. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിരുന്ന് ചായ കുടിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.